ഞാനന്ന് സ്പെയിനിലെ ഒർണാത്തയിൽ വാളിന് പോയതായിരുന്നു എന്ന് മഹാനവർ പറയുന്നു. വലിയ വായുവായിരുന്നു മഹാനവർ. പിന്നെ 2 വർഷം കഴിഞ്ഞ് മെഹറാജിന്റെ ഭാഗത്ത് 4 വരി ചേർത്തു. ആ പ്രാവശ്യവും റസൂലുള്ളാഹി തങ്ങളെ കണ്ടു. പിന്നെ 6 വർഷം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ 2ാമത്തെ പ്രാവശ്യത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖദ് ശഫഅനില്ലാഹു ഫീക വഫീ അഹ്ലിക വഫീ ജമീഅ സ്വഹാബിക വഇദാ കാന ബിൽ ഖാഹിറ. ഞാൻ കൈറോവിലാകുന്ന ഒരു ടൈമിൽ റസൂലുള്ളാഹി തങ്ങളെ ഇതേമാതിരി 6 ബൈത്ത് ഉണ്ടാക്കിയപ്പോൾ കണ്ടു. അള്ളാഹു റസൂൽ പറഞ്ഞു, നിന്റെ ആളുകൾക്ക് എൻ്റെ ശഫാഅത്തുണ്ട്. സഹോദരന്മാരെ, നമ്മളൊക്കെ അള്ളാഹു തആല കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മളൊക്കെ ആളുകളാകലെങ്ങനെ? അവരോട് സന്തോഷം മനസ്സിൽ വെച്ചാൽ മാത്രം പോരെ. ഈ കവിതയൊക്കെ ചൊല്ലുന്നൊക്കെ ആളുകളാണ്. പഠനത്തിലോ മറ്റോ അതൊരിക്കലും വിഘാതമാവുകയില്ല. നമ്മുടെ ഈ അവിടെ ഇവിടെയുള്ള റിപ്പോർട്ടുകൾ പത്രം വായിക്കുന്നതിൽ അപ്പുറം ഈ വിവരം ആ ടൈമിൽ ഒന്ന് അറിഞ്ഞിരുന്നാൽ എത്ര നന്ന്. ഉസ്താദുമാർക്ക് ചിലർക്ക് എന്നോട് ഇഷ്ടമുണ്ടാവൂല ഇത് പറയുമ്പോൾ. നമ്മൾ മനസ്സിലാക്കണം, പരിഹാരമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി വെറുതെ നാം കണ്ണീരൊലിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ സ്വന്തം കാര്യമെങ്കിലും ശരിയാക്കാൻ നമ്മൾ നോക്കുക. തീരെ വായിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു പത്രം കെട്ട് കിട്ടിയാൽ അത് മീൻ ഔലിയിലാഖരി കഷ്ടം തീർക്കാൻ നിന്നാൽ ഇത് നമുക്ക് വേണ്ടി ഇറക്കുന്നതല്ല നേതാക്കന്മാർ, അത് സമൂഹത്തിൽ പലർക്കും വേണ്ടി ഇറക്കുന്നതാ. ഓരോരുത്തരും അവനവന്റെ ആവശ്യം മാത്രം അതിൽ ഉപയോഗിക്കുക. ചരമകോളം നോക്കുന്നത് വളരെ നല്ലതായിരിക്കും, അത് മുത്തഅല്ലിമീങ്ങൾക്കാണെങ്കിൽ അത് സുന്നത്തുല്ല എന്ന് പറഞ്ഞേക്കാം എന്നല്ലാതെ കണ്ട ഇതിനപ്പുറം ഒന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ എതിർക്കല്ല. പത്രം വായിച്ച് പദസമ്പത്ത് കുറെ ഉണ്ടാക്കിയിട്ട് ഈ സമ്പത്തുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഇൽമ നമ്മളെടുത്തില്ലേ. എല്ലാവരും ഈ ആലാത്തുകൾ ഇങ്ങോട്ട് ശരിയാക്കി ഒക്കെ ആലത്തൊക്കെ കിട്ടിയിട്ട് ഈ ആലത്തോണ്ട് ഈ മുആലുണ്ടാകുന്നില്ല. പദസമ്പത്ത് ഉണ്ടാക്കുക, പ്രസംഗിക്കാനുള്ള പദസമ്പത്ത് 1000 പദം കിട്ടിയിട്ട് 1000 കൊണ്ട് എന്ത് അവതരിപ്പിക്കും. ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പ്രാസംഗികനല്ല. എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ കേട്ടിട്ട് എനിക്ക് മലയാളത്തിൽ ഇത് മനസ്സിലാണില്ല. ഒരു 10 ആൾക്കെങ്കിലും തിരിയുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒന്നും വായിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങളെ പ്രസംഗം അത്ര മോശമാകാനും കാരണം തന്നെയാണ് ചിലവർക്ക് ഇപ്പം മറുപടി ഉണ്ടാവും. ആയിക്കോട്ടെ അഭിയന്മാരെ, മോശമായി ഞാൻ പറഞ്ഞ വിഷയങ്ങൾ കേട്ടുമെങ്കിൽ മനസ്സിലാണില്ല, അതേ ബലാഗത്തിന് അർത്ഥമുള്ളൂ. ഞാൻ കുറച്ചൊക്കെ മലയാളം പഠിക്കാതെ കുറച്ചൊക്കെ നമ്മൾ വിഷയം മനസ്സിലാക്കിയതിന്റെ കാര്യം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പോകണം. മഖ്സൂദ് ഇല്ലാതെ വസായിലിൽ കിടന്ന് കൂടിയിട്ട് എന്തൊരു അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. ഞാൻ മഖ്സൂദിലെത്തി എന്നല്ല പറയുന്നത്, എങ്കിലും ഒരു ചെറു മിനിമം മഖ്സൂദെങ്കിലും ഒന്ന് കണ്ട് തൊട്ടറിയണ്ടേ നമ്മൾ. ഇത് നമുക്കില്ല. ഞാൻ ആരെയും ആക്ഷേപിക്കുകയില്ല. പാട്ടും പെയ്ത്തൊക്കെ എനിക്കും അറിയും കുറച്ചൊക്കെ. ഞാനും പാട്ടൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇലാഹായ പുരാനെ ഈ കുരയാലെ കുടുങ്ങി ഞാൻ നെടുങ്ങുന്ന ഇടിയാലെ ഉടലും നെട്ടി എന്റെ ജലദോഷം പരിപൂർണ ഷിഫാക്ക് നീട്ടി. ഞാൻ ഉണ്ടാക്കിയ പാട്ടാ, എന്റെ ജലദോഷ പാട്ടാ. കറാനീരും ഇറങ്ങുന്നു എന്നെ തൊണ്ട കുടുങ്ങുന്നു മരുന്നൊന്നും ഫലിക്കാതെ ഉഴന്നിടുന്നു നിന്റെ മരുന്നിനായി കരനീട്ടി കരഞ്ഞിടുന്നു. ഷുഗർ കേസും അത് വേറെ, ദുരാഗ്യാസും ബഹുജോറെ, ഫിക്കർ ഡോസും ഉറക്കില്ല ഇരുളിൽ ഫോറെ, എന്റെ പെരും ക്ഷീണം പല രോഗം പറയുമ്പോറേ. കളിക്കുന്നു ചിരിക്കുന്നു എന്നെ ഉള്ളം പിടക്കുന്നു, കടമകൾ നിറവേറ്റ നടന്നിടുന്നു. റബ്ബേ കനിയേണം എനിക്ക് നീ കൊതിച്ചിടുന്നു. ഉമർ നീട്ട് കടം വിട്ട് ജഡം വിട്ട് പറക്കുമ്പോൾ കടമ്പകൾ കടത്തി നീ കനിഞ്ഞിടണേ. റബ്ബേ ദുആ മുത്ത് നബിയാലെ കബൂലാക്കണേ. എന്റെ ജലദോഷപ്പാട്ടാ. നമുക്ക് മലയാളം വായിച്ചിട്ട് വലിയ വായനൊന്നുമില്ല. ഇതൊക്കെ മതി അഭിമന്മാരെ. കുറെ വായിച്ചവരുണ്ടല്ലോ, ഒന്നുണ്ടാക്കി കാട്ട പാട്ട് അല്ല, വെറുതെ ഇങ്ങനെ പദസമ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുകൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? സമ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് സമ്പത്തിന് പല അർത്ഥവുമില്ലേ. ഖനിയാവണമെങ്കിൽ അതുകൊണ്ട് ഫലം വേണം. അതിങ്ങനെ കൊട്ടിപ്പൂട്ടി വെച്ചിട്ട് അപ്പൊ കിട്ടിയതായിട്ട് പ്രവർത്തിക്കാൻ ഒരുങ്ങലായിരിക്കും നല്ലത്. നമ്മൾ മനസ്സിലാക്കണം. ഉസ്താദൊക്കെ ഷീർ ചെയ്യുന്നുണ്ട്. അബു ഉസ്താദ് ഷീർ ചെയ്യുന്നു, തിരങ്ങാടി ഉസ്താദ് ഷീർ ചെയ്യുന്നു, കുണ്ടൂർ ഉസ്താദ് പാട്ട് പാടുന്നു, സൂഫിയാക്കൾ പാട്ട് പാടുന്നു. നമ്മളിങ്ങനെ കേൾക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു വിഭാഗം. നമ്മൾക്ക് അതിലേക്ക് ഒരുങ്ങുന്നില്ല. നമ്മളിങ്ങനെ അത് തിരിക്കലും ഇത് തിരിക്കലും അത് നക്കലും ഇത് നക്കലും ഇത് മാത്രം. ഈ ആലാത്തുകൾ പരിപാടി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അഅലം. ഞാൻ എതിർക്കുന്ന ആളല്ലോ. അതും കൂടി ഇതിന്റെ കൂടെ ഉണ്ടായാൽ നന്നായി. പക്ഷെ അത് മാത്രമായി ഇത് ഇല്ലാതെ ആയാൽ വളരെ ദുഃഖം തന്നെ. ആലാത്തുകളിൽ കൂടി അതിരിക്കട്ടെ. തഖ്മീസുകൾ, മഹാനായ മുഹമ്മദ് വിത്രി തങ്ങളുടെ തഖ്മീസ് എഴുതിയവരാണ് സദഖത്തുല്ലാ തങ്ങൾ. അതും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. കുറേ വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു, ടൈമില്ല. മഹാനായ സദഖത്തുല്ലാ തങ്ങളെ എഴുതി അതാ സഹോദരന്മാരെ, നമുക്കറിയില്ലേ, അവര് കിണറ്റിലിറങ്ങിയപ്പോൾ അവിടെ നിന്ന് തഖ്മീസ് എഴുതിയല്ലോ. സിനു ഫളില കുല്ലി റുസുലി മഅ ഫളിലി അഹ്മദി തറൗ ഫളിലഹും
ഫളിലഹു അൻ ഫളിലിഹി യതമയ്യസു എന്ന വരിക്ക് തഖ്മീസ് എഴുതുന്നത് കിണറ്റിലിരുന്നു കൊണ്ടാണ്. ആ കിണറ്റിന്റെ വെള്ളം പാല് പോലെ രുചിയുള്ളതായി അതിന്റെ ശേഷമെന്ന് ചരിത്രകാരന്മാര് പറയുന്നു. അവരെവിടെ എത്തിയാലും റസൂലുള്ളാഹിന്റെ മദീഹങ്ങളായിരുന്നു. ഞാൻ മലബാറിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ വന്നു, അവിടെയൊക്കെ വിത്തിരിയാണ് കേൾക്കുന്നത്. ഞാൻ അങ്ങനെ ഹറമിലെത്തി, അറേബ്യൻ നാട്ടിലെത്തി, ഫി ബിലാദിൽ അറബ്. അപ്പോൾ തറാവീഹിന്റെ ശേഷം എല്ലാ പള്ളികളിലും വിത്തിരിയാണ് കേൾക്കുന്നത്. ഇങ്ങനെ വിത്തിരിയ എന്റെ മനസ്സിൽ സ്ഥലം പിടിച്ചു എന്ന് മഹാനവള് പറഞ്ഞിട്ട് അവരതിനൊരു മുഹമ്മസ് ഒരു പഞ്ചവൽക്കരണം നടത്തിയത്. അതിന്റെ പേരാണ് അല്ലാമ ലഹ്മി അതിന് തഖ്മീസ് എഴുതിയിട്ടുണ്ട്. ലഹ്മി തങ്ങൾ പറയുന്നു, ഞാൻ കഅബയിലെ റസൂലുള്ളാഹിന്റെ കൂടെ തവാഫ് ചെയ്യുന്നത് കാണുന്നു. ലഹ്മി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ എനിക്കൊരു ഏട് തന്നു, ഫൈദാഹിയൽ വിത്രിയ. അപ്പോൾ അത് വിത്രിയാണ്. ഞാൻ നബിയോട് ചോദിച്ചു, അഫലാ ഉഖമ്മിസുഹാ യാ റസൂലല്ലാഹ്, ഞാൻ അതിനെ പഞ്ചവൽക്കരണം നടത്തട്ടെ നബിയെ, 5 വരിയാക്കട്ടെ നബിയെ. 3 വരി ചേർത്ത് 3നെ 5ആക്കിയും 2നെ 5ആക്കിയും 2നെ 7ആക്കിയും തസ്ബീഹും തഖ്മീസൊക്കെ അയിമ്മത്ത് നടത്തിയിട്ടുണ്ട്. അതിരിക്കട്ടെ, അങ്ങനെ എഴുതിയതാണ്. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്നൊരു വരി എനിക്ക് ചൊല്ലിത്തന്നു. അങ്ങനെ എഴുതിയതാണ് തഖ്മീസുൽ ലഹ്മി എന്ന വിത്തിരിയുടെ തഖ്മീസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖീങ്ങളുടെ ജീവിതം റസൂലുള്ളാഹിന്റെ മദ്ഹിലായിരുന്നു. മഹാനായ സദഖത്തുല്ലാഹ് തങ്ങൾ വിത്തിരിക്ക് 21നെ 30 ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ 29 ആക്കിക്കൊണ്ട് താൻ എഴുതിയ വരികളിൽ കാണാം, റബാതീബ ഔറാദി كثيرا تركتها لشغلي ببرد المدح في شافع الحشر. എന്താണ് പറഞ്ഞത്? ഞാനൊരു പണ്ഡിതനാണ്, എനിക്ക് അല്ലാഹു തആല ഇൽമുകൾ തന്നിട്ടുണ്ട്. എന്റെ മശായിഖിൽ നിന്ന് എനിക്ക് എത്രയോ ദിക്റുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എത്രയോ ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ദിക്റിന്റെ ഫളായിലുകൾ കണ്ടിട്ടുണ്ട്. റവാതീബ ഔറാദി, ആ ത്വരീഖത്തിന്റെ ദിക്റുകളും ഇതൊക്കെ ഞാൻ എത്രയോ പതിവാക്കിയിരുന്നു. കതീറൻ തറക്തുഹാ, അതൊക്കെ ഞാൻ വളരെ കൂടുതൽ ഒഴിവാക്കി നബിയെ. എന്റെ ലിശുഗ്ലിഹി ബിബിർദിൽ മദ്ഹി ഫീ ശാഫിഇൽ ഹശരി, മശ്റഹ ലോകത്തിനെ രക്ഷപ്പെടുത്താൻ നിരുപാധികം അവകാശമുള്ള മുസ്തഫ നബി തങ്ങൾ, ആരാരുടെയും സപ്പോർട്ട് വേണ്ട. റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട് ഒരു കാഫിർ ചെയ്താലും അവന് നരകത്തിൽ നിന്ന് ഫലമുണ്ടെന്ന് മനസ്സിലാക്കാം. റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട് ചെയ്തത് ഒരിക്കലും തന്നെ നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ലിശുഗ്ലിഹി ബിബിർദിൽ മദ്ഹി ഫീ ശാഫിഇൽ ഹശരി, മശ്റഹ ലോകത്ത് എന്നക്ക് ശഫാഅത്ത് ചെയ്യാൻ നിരുപാധികം അവകാശമുള്ള മുസ്തഫ നബിയുടെ ആ മദ്ഹായിരിക്കട്ടെ എന്റെ വിറുദ്. എന്റെ വിറുദ് അതാണ്, അതാണ് വിറുദ്, അതാണ് വിറുദ്. കുണ്ടൂർ ഉസ്താദിന്റെ മഖബറയിൽ നടക്കുന്ന ബുറുദയാണ് വിറുദ്. റസൂലുള്ളാഹിന്റെ സ്വലാത്ത് മമ്പുറത്ത് നടക്കുന്ന അതാണ് വിറുദ്. റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ടതാണ് യഥാർത്ഥ വിറുദ്. മുസ്തഫ നബിയുടെ പേര് പറയാത്ത ഒരു ദിക്ർ സ്വീകരിക്കപ്പെടുകയില്ല. ജീവിതം മുഴുവനും കാഫിറായി നടന്ന് മരണത്തിന്റെ ഒരു സെക്കൻഡ് മുമ്പ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാതെ ഇസ്ലാമിലേക്ക് വരികയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആദ്യം പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശേഷം പറഞ്ഞാലും മുസ്ലിമാകുമെന്നാണ് പണ്ഡിത മതം. നമ്മൾ മനസ്സിലാക്കണം, മുസ്തഫ നബി തങ്ങളുടെ സ്ഥാനം ആ മഹബത്ത് കൊണ്ട് അയിമ്മത്ത് മുഴുവനും സഹോദരന്മാർ, ഇമാമുന ഷാഫി അടക്കം എല്ലാ മഹാന്മാരുടെ കിതാബിന്റെ തുടക്കത്തിലും മുസ്തഫ നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത കിതാബുകളില്ല. ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ഹിദായ ഇബ്നു അസീറിന്റെ ഗ്രീക്ക് സിദ്ധാന്തങ്ങൾ വിവരിക്കുന്ന ഹിദായ എന്ന ഗ്രന്ഥത്തിന്റെ പ്രസിദ്ധ വിശദീകരണമായ അൽ മൈബദിയുടെ തുടക്കം നീണ്ടു ഏകദേശം 1 പേജോളം മുസ്തഫ നബിയുടെ മദ്ഹാണ്. ഗ്രീക്ക് ആശയം അവതരിപ്പിക്കാൻ എന്തിനാണ് മുസ്തഫ നബിയുടെ മേലുള്ള മദ്ഹ് പറയുന്നത്? എല്ലാ അയിമ്മത്തും എല്ലാവരും കാണുന്നത് മുസ്തഫ നബിയെയാണ്. അതാ മലബാറിലുള്ള ഒരു അല്പം വ്യക്തിയുടെ ലേഖനങ്ങൾ മാത്രം സ്വലാത്തില്ല, അധിക ലേഖനങ്ങളിലും സ്വലാത്തില്ല. നമുക്ക് ആ ഇഷ്കിന്റെ ഭാഗം തന്നെ അറിയാതെ പോയി. കണ്ടമോന നഷ്ടങ്ങളാണ് നമുക്കുള്ളത്. ലേഖനം വായിക്കുമ്പോൾ തുടക്കത്തിൽ സ്വലാത്ത് ഉണ്ടാവില്ല. സ്വലാത്തിനാലും സലാമിനാലും തുടങ്ങുന്നു. സ്വലാത്തിനാൽ തുടങ്ങുന്നതിന്റെ സ്വലാത്താവും അല്ലാഹു അലം. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രാർത്ഥനാ ശൈലി അല്ലെങ്കിൽ സ്വലാത്ത് ആകുമോ?
ഉസ്താദ്മാർ ചർച്ച ചെയ്യട്ടെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അവര് പറഞ്ഞത് അതാണ്, ലിശുഗ്ലി ബിവിറുദിൽ മദ്ഹി ഫീ ശാഫിഇൽ അശ്രി. അതുകൊണ്ട് തന്നെ മഹാനവൾ പറയുന്നു, ജിദ്ദയിൽ നിന്ന് ഞാൻ അതാ മഹ്ശറാ ലോകം സ്വപ്നത്തിൽ കാണും. അതിന് മുമ്പൊക്കെ സംഭവങ്ങൾ ഞാൻ നിർത്തുന്നു. അതിന് മുമ്പൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അതിൽ മഹ്ശറയിൽ വലിയ ഭയാനകമായ ഘട്ടം എന്റെ സ്വപ്നത്തിൽ കാണുന്നു. ആ ടൈമിൽ ഓരോരുത്തരെ കൂട്ടം തിരിക്കുകയാണ്. ആ കൂട്ടം തിരിക്കുന്ന ടൈമിൽ ബഹുമാനപ്പെട്ട സദഖത്തുള്ള പറയുന്നു, ഞാനേത് കൂട്ടത്തിലാണ് എന്ന അവസ്ഥ ചിന്തിക്കുമ്പോൾ അതാ ഒരു അശരീരി കേൾക്കുന്നു. എന്താണ്? ഉദ്ഖുൽ അന്ത ഫീ സുംറത്തിൽ മുദാഹി മാദിഹീൻ. റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തവരുടെ കൂട്ടത്തിലേക്ക് സദഖ നിങ്ങൾ കേറിക്കോളൂ. അല്ലാഹു അക്കൂട്ടത്തിൽ നമുക്ക് പെടുത്തുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.